എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഹാഭാരതം ദർശന വിമർശനം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിലവിൽ 9 എപ്പിസോഡുകൾ നമ്മൾ കഴിഞ്ഞു. ഇന്ന് വേറിട്ടൊരു വിഷയം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും അത് പറയേണ്ടത് അനിവാര്യമാണ്. ഒരല്പനേരം മുൻപ് എൻ്റെ ചില സുഹൃത്തുക്കൾ എനിക്കൊരു വീഡിയോയുടെ ലിങ്ക് അയച്ചു തരികയുണ്ടായി. എന്നിട്ട് അതൊന്ന് കേട്ടിട്ട് അതൊന്നും മറുപടി പറയണം, എങ്ങനെയാണെന്ന് വെച്ചാൽ ആലോചിച്ചൊന്ന് പറയും എന്ന് പറഞ്ഞു. ആ വീഡിയോയുടെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു. മറുനാടൻ മലയാളിയുടെ ഒരു യൂട്യൂബ് ലിങ്കാണ് എനിക്ക് ഇട്ട് തന്നത്. റീന എന്ന് പറയുന്ന ഒരു ലേഡി, അവർ കോട്ടയത്താണ് അവരുടെ സ്ഥലം. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒക്കെ നാട്ടുകാരിയാണ് എന്നാണ് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അവർ അതിനകത്ത് പറയുന്ന കുറേ പ്രശ്നങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആ പ്രശ്നങ്ങൾ ഒരു പക്ഷേ മനസ്സിലാക്കാൻ കഴിയില്ല. അത്തരമൊരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ പ്രശ്നം അവർ പറയുന്നത് അവരുടെ തലച്ചോറിനെ, അവരുടെ മൈൻഡിനെ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. തലച്ചോറിനെ ആരോ നിയന്ത്രിക്കുന്നു. ഓസ്ട്രേലിയയിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 11 വർഷം അവൾ വർക്ക് ചെയ്തു. അവിടെ നിന്ന് അവരുടെ ജോലി നഷ്ടപ്പെട്ടു. അവിടെ നിന്നും അവർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതിനു വേണ്ടിയിട്ട് അവർ പറയുന്ന അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അകാരണമായിട്ടുള്ളൊരു ഭയമാണ് അവർക്കിപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാന വിഷയം. അവർ ഓസ്ട്രേലിയയിലുള്ളപ്പോൾ തന്നെ അവരുടെ വീടിൻ്റെ മുകളിൽ പകൽ സമയത്ത് ലാഡറും ഇട്ടിട്ട് ഒരാൾ മുകളിൽ കയറി ഇരിക്കുക. സ്വാഭാവികമായിട്ടും ഭയം ഉണ്ടാവും, ആരാണെന്നറിയില്ല. രാത്രി കാലങ്ങളിൽ ആളുകൾ പുറത്തു നിന്ന് സംസാരിക്കുക, നല്ല ഉച്ചത്തിൽ സംസാരിക്കുക. ഇവരത് കേട്ടിട്ട് ഇവർ വീടിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിക്കളയുക. അപ്പോൾ ആ സംസാരിക്കുമ്പോൾ പറയുന്ന ചില വാചകങ്ങൾ അതിവർ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവർ നാട്ടിൽ വന്നിട്ടും ഇവിടെ വന്നതിന് ശേഷവും അവരനുഭവിച്ചിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. അവർ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ വാഹനം ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത് പോലെ. എന്നാൽ അവർക്ക് ഒരു ദേഹോപദ്രവവും ഏൽപ്പിക്കുന്നില്ല, പകരം അവരെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അവർ വാഹനം ഓടിക്കുന്ന സമയത്ത് പിന്നിലൂടെ വാഹനം ഓടിച്ച് അവരെ ഫോളോ ചെയ്യുന്നതായിട്ട് ഭാവിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും അവർക്ക് ഭയമുണ്ടാകും. അങ്ങനെ നിരവധി കാര്യങ്ങൾ. അതിനിടയ്ക്ക് അവർ സംസാരിക്കുന്നു, ചില ആളുകൾ സംസാരിക്കുന്നു. ഇപ്പോൾ ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് പെട്ടെന്ന് മറ്റാർക്കും കേൾക്കാത്ത ചില സംസാരങ്ങൾ ഇവർക്ക് കേൾക്കാൻ കഴിയുന്നു. ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അവർ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ പറയുന്ന ഈ കാരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ പറയുക, അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന ഏതെങ്കിലും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നതാണ്. അവർ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോഴും അവർ പറയുന്നത് സ്കിസോഫീനിയ എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമാണ്. ഇത്തരം ട്രോമയിലുള്ള ആളുകൾക്ക് അവർ ശരിക്കും പറഞ്ഞാൽ അവരൊരു ട്രോമയിലാണ് എന്ന് വിചാരിച്ചാൽ അതൊരു മാനസിക രോഗമല്ല കേട്ടോ. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന് അവർ പറയുന്ന കാര്യങ്ങളുടെ പ്രധാന കാരണങ്ങൾ അവർക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തേത്, അവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ആ യാഥാർത്ഥ്യം ഞാൻ പറയുമ്പോൾ ഇതിൽ 2 വശവും കൂടി പറയേണ്ടതുണ്ട്. ഒന്ന് അവർക്ക് മാനസികമായിട്ടുള്ളൊരു പ്രശ്നമാണോ എന്നുള്ളത് ന്യായമായും ആർക്കും സംശയം വരുന്നതാണ്. പക്ഷെ അവർ പറയുന്നതിൽ സത്യമാകാൻ വഴിയില്ല എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ തെറ്റി. അവർ പറയുന്നത് 100% വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അത് അവരുടെ തോന്നലാണെങ്കിലും ശരി, അല്ല എങ്കിലും ശരി, അവർ പറയുന്നത് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല, വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഞാനതിനെക്കുറിച്ചിട്ടൊരു വിശദീകരണം തന്നെ തരുന്നതിന് വേണ്ടി. കാരണം ഇത്തരം വിഷയങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സംസാരിക്കുന്ന വിഷയങ്ങളാണ്. എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ഇത്തരം കാര്യങ്ങളെ പറ്റി ചോദിക്കും. എനിക്ക് കഴിയാവുന്ന രീതിയിൽ മറുപടി പറയും.
ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റും ഒക്കെ കൂടി അതിൻ്റെ പേരിൽ എനിക്കതിനെ കൃത്യമായി വിശദീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആ വിഷയം പറഞ്ഞു തുടങ്ങും. അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നാമമാണ് ഇല്ലുമിനാറ്റി. ഇപ്പോൾ ഈ ഫഹദ് ഫാസിലിൻ്റെ സിനിമയിൽ പോലും ആ ഒരു പേര് വെച്ചിട്ട്, ആ ഒരു നാമം വെച്ചിട്ടുള്ള പാട്ട് വളരെയധികം വൈറലായി. തന്നെയുമല്ല, നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന ഒരു നാമം കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമാണ്. ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത് SPA എന്ന് പറയുന്ന അതിൻ്റെ ഗുരുക്കന്മാരുടെ നെറുകയിൽ കൊണ്ടേ ഇടുകയാണ്. ശരിക്കും പറഞ്ഞാൽ സോക്രട്ടീസും പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും അടങ്ങുന്ന ഗുരുക്കന്മാരുടെ അവരുടെ നെറുകയിലാണ് ഇത് കൊണ്ടേ ഇടുന്നത്. അവർ വഴിയുള്ള ഒരു സംഭവമാണ്. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളതാണ് നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം, ഇല്ലുമിനാറ്റി സ്വാഭാവികമായി രൂപീകരിക്കപ്പെട്ടു വന്നിരിക്കുന്ന ഒരു പദം മാത്രമാണ്. എന്നാൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തികളുണ്ടോ? ഉണ്ട്, 100% ഉണ്ട്. അതൊക്കെ നമ്മളത് പറയുമ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും തെളിവുകളും ഉണ്ടാവണം. ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തികളുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും അതറിയാം. അപ്പോൾ ഈ ഇല്ലുമിനാറ്റിയുടെ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നതിന് ഇടയ്ക്കാണ് മറ്റുള്ള കാര്യങ്ങളും കൂടി നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ ഇല്ലുമിനാറ്റി എന്താണെന്നുള്ളത് സാമാന്യം പെട്ടെന്ന്, അതായത് ഈ ലോകരാജ്യങ്ങളിലുള്ള അൾട്ടിമേറ്റ് അതിൻ്റെ നേതൃസ്ഥാനത്ത് വരുന്ന ആളുകളും അതീവ സമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ ഇല്ലുമിനാറ്റിയുടെ അംഗങ്ങളാണെന്നാണ് ഞാൻ പറയുന്നത്. അതൊരു സ്വാഭാവികമായും രൂപീകരിക്കപ്പെട്ടു വരുന്ന ഒരു സംവിധാനമാണ് ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു സംഘടനയുടെ നാമമോ ഒന്നുമല്ല. അത് ഇങ്ങനെ പറഞ്ഞ് ഇല്ലുമിനാറ്റി എന്ന നാമത്തിൽ ഇത് അറിയപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ റീന എന്ന് പറയുന്ന, ശബരീഷ് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് അവരെ ഇന്റർവ്യൂ ചെയ്തത്. ഈ റീന പറയുന്ന കാര്യങ്ങളിൽ തലച്ചോറിനെ ഹാക്ക് ചെയ്തു എന്നാണ്. ഇത് സാധ്യമാണോ എന്നുള്ളതാണ്. ഒരു സംശയവും വേണ്ട, അത് സാധ്യമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അത്തരം പ്രവർത്തനങ്ങൾ നമ്മളുടെ ഈ വിദേശ പാശ്ചാത്യ രാജ്യങ്ങൾ അത്തരം ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2019 COVID-19 ഏറെ കാലമായിട്ട് മനസ്സിന് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഞാനിപ്പോൾ എടുത്ത് പുറത്തേക്കുന്നത്. COVID-19 എന്ന് പറയുന്ന അത് യഥാർത്ഥത്തിൽ ഒരു ബയോവാറായിരുന്നുവോ എന്ന് ചോദിച്ചാൽ അത് ബയോവാറായിരുന്നു തന്നെ വേണം അതിനെ പറയാൻ. കാരണം ആ ബയോവാർ ഉദ്ദേശിച്ചത് ആരാണോ അവർക്ക് അതിൻ്റെ നേട്ടം കൊയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇനി അത് നേട്ടം കൊയ്യാൻ കഴിഞ്ഞോ എന്നുള്ളതും കൂടി നമ്മൾ പരിശോധിച്ചാൽ ചില സംശയങ്ങളുണ്ട് അതിനകത്ത്. 2019 COVID-19 എന്ന് പറയുന്ന ഒരു കൊറോണ വൈറസ് ലോകം മുഴുവൻ വ്യാപകമാകുന്ന സന്ദർഭത്തിൽ അതിനും 6 വർഷം മുന്നേ COVID-19 എന്ന് നാമകരണം ചെയ്തുകൊണ്ട് ഒരു വൈറസ് ഉണ്ട് എന്ന് പ്രതിപാദിക്കുന്ന മാഗസിനിൽ റിപ്പോർട്ടുകളുണ്ട്. 6 വർഷം മുന്നേ COVID-19 വരുന്നു, ഈ കൊറോണ വൈറസ് ലോകം മുഴുവൻ വ്യാപിക്കുന്നു. ഉടൻ തന്നെ അതിൻ്റെ അതിന് വാക്സിനേഷൻ ഇറങ്ങുന്നു. ആ വാക്സിനേഷൻ്റെ പാറ്റന്റ് ചില ആളുകളിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ അവർ ഫണ്ട് ചെയ്യുന്നു, ഈ വാക്സിൻ ആളുകൾക്ക് കൊടുക്കുന്നു. നോക്കണം, അതിൽ ലാഭം കൊയ്തിട്ടുള്ളവരാരാണെങ്കിലും അവരുടെ ഉദ്ദേശം എന്തായിരിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അത് സാധാരണ മുതലാളിമാരുടെ അടുക്കലേക്കൊന്നും നിങ്ങളുടെ ചിന്ത പോകരുത് കേട്ടോ. COVID-19 എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പിടിച്ചോട്ട് നിൽക്കാത്തൊരു സംഭവമാണ്. ഏത് ലെവലിൽ നിൽക്കുന്ന ആളുകളുടെ തീരുമാനങ്ങളാവാം. നമുക്കത് തീർച്ചപ്പെടുത്തി പറയാൻ കഴിയില്ല. ഇത് നിഗമനങ്ങളും സംശയങ്ങളും മാത്രമാണ്. ഈ വാക്സിൻ ആണെന്ന് തന്നെ ഒരു വാക്സിനിൽ തീർന്നില്ല, 2 എണ്ണത്തിൽ തീർന്നില്ല. ബൂസ്റ്റർ എന്ന് പറഞ്ഞു, 3ാമത്തതും വന്നു. ഈ വാക്സിനുകൾക്ക് ധാരാളം കമ്പനികളും വന്നു. ഈ വാക്സിനുകളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വാക്സിൻ 2019 മുൻപുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ എടുക്കാം. ഇന്ത്യ രാജ്യത്തെ മൊത്തം സംസ്ഥാനങ്ങളിലെ മരണനിരക്ക് നിങ്ങൾ പരിശോധിക്കുക. അല്ലെങ്കിൽ ഗവൺമെന്റ് അത് പുറത്തുവിടണം. എന്താണ്
2019 മുൻപുള്ള മരണനിരക്കും 2019 ശേഷമുള്ള വാക്സിനേറ്റഡ് ആയതിനു ശേഷമുള്ള മരണനിരക്കും ഗവൺമെന്റ് പരിശോധിക്കണമെന്നാണ്. കാരണം ഈ വാക്സിനേറ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷം ആളുകൾ മരണനിരക്ക് ചെറുപ്പക്കാരായിട്ടുള്ളത്, നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ പ്രായത്തിലുള്ളതും എൻ്റെയൊക്കെ പ്രായം കുറഞ്ഞതായിട്ടുള്ളതും നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ ധാരാളം ഇരുന്ന ഇരിപ്പിൽ വീണു പോവാണ്, നടക്കുന്ന നടപ്പിൽ വീണു പോവാണ്. സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ കൂടിയായിട്ടാണ് ഈ ആളുകൾ മരണപ്പെടുന്നത്. ബ്ലഡ് ക്ലോട്ടായി പോകുന്ന ഒരു പ്രശ്നം അതിനകത്ത് വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യമായി പഠന വിധേയമാക്കണം. ഈ വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകളെ മറിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. 100% വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകളെ അതിൽ നിന്നും നമുക്ക് മോചിപ്പിക്കാൻ കഴിയും. ഒരു മരുന്നിന്റെയും ആവശ്യമില്ലാതെ. അങ്ങനെ ഒരു അവകാശവാദം എനിക്കുണ്ടെന്ന് വെച്ചോളൂ. കാരണം കോവിഡിന്റെ സമയത്തും ഇങ്ങനൊരു അവകാശവാദം എനിക്കുണ്ടായിരുന്നു. ഒരു വാക്സിനും ചെയ്യാതെ കോവിഡിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. കോവിഡിനെ ഭയക്കുന്ന ആളുകൾക്കും കോവിഡ് ബാധിച്ച ആളുകൾക്കും കോവിഡ് വരാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു അതിനൊരു പ്രതിരോധം എന്നുള്ള നിലക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രീതി മരുന്നില്ലാതെ അങ്ങനെ ഒരു രീതിയുണ്ട്. ആ രീതി ഞാനുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് ഞാനത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഈ കോവിഡ് വാക്സിനേഷൻ്റെ സംഭവങ്ങളും ഈ കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പറഞ്ഞു. ഇനി മൂന്നാമത് പറഞ്ഞു വരുന്നതിന് ഈ റീന പറയുന്ന കുറേ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ മൂല കാരണം അത് സാധ്യമാണോ എന്ന് സംശയിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ്. തലച്ചോറിനെ ഹാക്ക് ചെയ്യാൻ കഴിയും, 100% കഴിയും. അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഈ കാലഘട്ടത്തിൽ അത് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതായത് സ്ട്രോക്ക് വന്നിട്ടുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരുടെ ഇടതുവശത്താണ് സ്ട്രോക്ക് വന്നതെങ്കിൽ, തലച്ചോറിന്റെ ഇടതുവശത്താണ് അവർക്ക് സ്ട്രോക്ക് സംഭവിച്ചത് എങ്കിൽ അവരുടെ വലതുവശം തളർന്നു പോകും. തലച്ചോറിന്റെ വലതുവശത്താണ് ഈ ബ്ലഡ് ക്ലോട്ട് ആയതെങ്കിൽ അവരുടെ ഇടതുവശം തളർന്നു പോകും. ഇതിങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഘടന കിടക്കുന്നത്. അങ്ങനെയാണ് ഒരു ക്രോസ് ആയിട്ടാണ് കിടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വലതുവശത്ത് നിന്നും, മെമ്മറിയുടെ വലതുവശത്ത് നിന്നും ഇടതുവശത്തേക്ക് കൈകളും കാലുകളും ചലിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായ സിഗ്നൽസ് കിട്ടാത്തതാണ്. അതിന്റെ കാരണം ആ സിഗ്നൽസ് പാസ് ചെയ്യുന്ന ഭാഗങ്ങൾ ബ്ലോക്ക് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഓരോ വശങ്ങളും തളർന്ന, അല്ലെങ്കിൽ കൈകൾ ചലിപ്പിക്കാൻ കഴിയാത്ത കൈകളെ ചലിപ്പിക്കാൻ ഇന്ന് സാധ്യമാണ്. ആർക്ക്? ശാസ്ത്രത്തിന് സാധ്യമാണ്. അവരതിനകത്ത് മെമ്മറിയിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചുകൊണ്ട് ആ സിഗ്നൽസ് നേരെ കൈകളിലേക്ക് വിടുകയും, സാധാരണ നമ്മൾ ഈ ജന്മനാലുള്ള കൈയിൻ്റെ വേഗത നമുക്ക് കിട്ടൂല. വളരെ സ്ലോവിൽ ആ കൈകൾ ചലിപ്പിക്കാൻ തുടങ്ങും, ചലിപ്പിക്കാം. ഇന്ന് നിലവിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. തലച്ചോറിൽ ഈ ചിപ്പ് ഘടിപ്പിച്ചു കൊണ്ടിട്ട് ചെയ്യുന്ന ഒരു രീതി. ഇപ്പോൾ ചിപ്പിൻ്റെയും ആവശ്യമില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഈ ചിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇന്ന് നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ സിം കാർഡ് ഉപയോഗിച്ച് നമ്മളുടെ സകല ഡാറ്റാസും കളക്ട് ചെയ്യാനെന്ന് അവർക്ക് കഴിയും. നമുക്ക് ഈ സിം ആരാണോ തന്നത് അവർക്ക് കഴിയും. കാരണം സിമ്മിൽ നമ്മുടെ പൂർണ്ണമായ വിവരങ്ങൾ അതിനകത്ത് രേഖപ്പെട്ട് കിടക്കുന്നു. എൻ്റെ രൂപവും ഭാവവും ചിന്തയും സ്വഭാവവും സകലതും അതിനകത്തുണ്ട്. അവർക്കതറിയാം. അതെങ്ങനെയാണ്? ഒന്ന്, ഫോണിലൂടെയുള്ള നമ്മുടെ സംഭാഷണം, നമ്മളുടെ രൂപം ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു. അവർ നമ്മളുടെ ഈ മാനസികമായിട്ടുള്ള ചിന്താഗതി, ആ ചിന്താഗതി അവർക്ക് അറിയാൻ കഴിയുന്നത് നമ്മൾ ഈ ഫോണിലൂടെ, വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും, നമ്മൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു, എന്ത് നമുക്ക് വെറുപ്പുളവാക്കുന്നു, നമ്മൾ എന്തിനോടാണ് താല്പര്യം കൂടുതൽ, നമ്മുടെ സ്വഭാവ രീതി എന്താണ്, ഇതിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് മുതലുള്ളത് ആമസോൺ അടക്കമുള്ള ഓരോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത് വഴി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ, നമ്മളുടെ ATM കാർഡിൻ്റെ നമ്പർ, ആ നമ്പറിലുള്ള CVV അടക്കം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്ത് പാസ്പോർട്ട് അടിക്കുമ്പോൾ ആ പാസ്പോർട്ട് അടക്കം അവർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ലോകം മുഴുവനും, അതായത് മുഴുവൻ ജനങ്ങളും ഇവരുടെ അണ്ടർ കൺട്രോളിലായി എന്ന് ചുരുക്കം. ഇതൊരു ചെറിയൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് ഈ സിമ്മിൻ്റെ സംഭവം. ഇപ്പോൾ അതൊന്നും കൂടി കടന്ന് കുറച്ച് നാൾ മുൻപ്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6 വർഷം മുന്നേ ഒരു അറിഞ്ഞ സംഭവം.
വിദേശത്തുള്ള, അതായത് ദുബൈ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു കണക്ഷൻ. ആ കണക്ഷൻ മൊബൈൽ ഫോണിൻ്റെ ആ അതോറിറ്റിയുടെ സിഇഒ ഒരു സന്ദേശം പുറത്തു വിടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ കൈയുടെ ഈ ഭാഗത്ത് മാംസമൊന്നുമില്ല. ഈ ഭാഗം നമുക്കിങ്ങനെ വലിച്ചാൽ കിട്ടുന്ന തരത്തിലാണ്. ഇത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്ന ഈ ഭാഗം ഇങ്ങനെ വലിച്ചാൽ കിട്ടുന്ന ഭാഗം. ഈ ഭാഗത്ത് ഒരു ചെറിയൊരു ചിപ്പ് ഘടിപ്പിച്ചിരിക്കുന്നു. ആ ചിപ്പിനകത്ത് ഇദ്ദേഹത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, ഫുൾ ഡാറ്റാസ് ഉണ്ട്. ഇത് ആർക്കും വേണമെങ്കിലും ഈ ചിപ്പ് ഇൻബിൽഡ് ചെയ്യാം, ആർക്കും ചെയ്യാം. ജനിക്കുന്ന ഒരു കുഞ്ഞിന് ഈ ചിപ്പ് ഇൻബിൽഡ് ചെയ്താൽ ആ കുഞ്ഞിന്റെ കംപ്ലീറ്റ് ഡാറ്റാസും അതിനകത്ത് ഉണ്ടാവും, ബാങ്ക് അക്കൗണ്ട് അടക്കം. അപ്പൊ ഇദ്ദേഹം എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഷോപ്പിങ്ങിന് കയറി കഴിഞ്ഞാൽ കയ്യിലിങ്ങനെ കാണിച്ചു കൊടുക്കുകയുള്ളൂ. അതപ്പോൾ തന്നെ സ്കാൻ ചെയ്ത് ഇദ്ദേഹം അതിന്റെ കോഡ് നമ്പർ അടിച്ച് ആ പൈസ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. നമ്മളിപ്പോ ഈ ATM കാർഡ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താ, നമ്മൾ കാണാതായി കഴിഞ്ഞാൽ ഏത് കടലിനടിയിൽ പോയാലും നിമിഷ നേരം കൊണ്ട് നമ്മളെ എടുക്കാൻ കഴിയും. ഇതിന്റെ സിഗ്നലിനെ എവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കി ആളുകളെ നമുക്ക് എടുക്കാൻ കഴിയും. ആളുകൾ തിരോധാനം ഒഴിവാകും, തട്ടിക്കൊണ്ടുപോകൽ, ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ വലിയൊരു തോതിൽ പരിഹാരമുണ്ടാവും. ആ ഒരു സംഭവം കൊണ്ട് പറയുന്നത് അതാണ്. ഓക്കെ, ഇനി ഇതും നിങ്ങളോട് പറഞ്ഞത് ഓരോ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് പറഞ്ഞത്. അപ്പൊ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ചുകൊണ്ട് കൈകൾ ചലിപ്പിക്കാനും സാധ്യമാണ്. അതായത് തലച്ചോറിൽ നിന്നും ഏത് തരംഗം മുഖേനയാണ് നമ്മളുടെ കൈകളും കാലുകളും പ്രവർത്തിക്കുന്നത്, അതിൻ്റെ തന്നെ കൃത്രിമമായ തരംഗം ഈ ചിപ്പിലൂടെ നമ്മളുടെ കൈക്കും കാലിനും നൽകുന്നു എന്നുള്ളതാണ്. ക്ലിയർ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇവർ പറഞ്ഞിട്ടുള്ള ഈ സംഭവം തലച്ചോറ് ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ചിപ്പ് ഒന്നുമില്ലാതെ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് 100% ഹാക്ക് ചെയ്യാൻ കഴിയും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, നിങ്ങൾക്ക് മുന്നിൽ ഞാനിരുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നതോ നിങ്ങൾക്ക് കരച്ചിൽ വരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ നിലവിൽ നടക്കുന്നുണ്ട് എങ്കിൽ ഇത് സാധ്യമാണ്. നമുക്ക് മുന്നിലിരുന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചിരി വരുമെങ്കിൽ, ഒരാൾ മുന്നിലിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരുമെങ്കിൽ, ഒരാൾ മുന്നിലിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുമെങ്കിൽ ഇതും സാധ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം പറയാം. അത് പറയുന്നതിന് മുൻപ് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ സംസാരം ആ മൊബൈൽ ഫോണിലെ മൈക്ക് അത് സ്വീകരിച്ച് നമ്മളുടെ ആ സംസാരത്തിന് ഒരു കോഡ് നമ്പർ അവർ സെറ്റ് ചെയ്യും. മൊബൈൽ ഫോൺ തന്നെ ചെയ്യുന്നതാണ്, അതങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനൊരു ഫ്രീക്വൻസിക്ക് ഒരു കണക്കുണ്ട്, അതിൻ്റെ ഒരു ഫ്രീക്വൻസി കണക്കുണ്ട്. ഇപ്പോൾ 1800 എന്ന് പറയും, 1800 MHz MHz. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ എളുപ്പം ചാനലുകൾ നിങ്ങൾ വെക്കുമ്പോൾ ഇപ്പോൾ 26 MHz ഏഷ്യാനെറ്റ്, 46 MHz സൂര്യ, ആ മെഗാഹെഡ്സിൽ ട്യൂൺ ചെയ്തെടുക്കുമ്പോൾ മാത്രം അതേ ഫ്രീക്വൻസിയിലുള്ള ചാനൽ കിട്ടുള്ളൂ. ഇപ്പോൾ 91.5 അല്ലെ 91.3 ഈ റേഡിയോ ചാനൽ, ആ 91.3 ട്യൂൺ ചെയ്താൽ അത് മാത്രമേ കിട്ടുള്ളൂ. കാരണം ഇത് കണക്ട് ചെയ്യണം. എവിടുന്നാണോ ഈ തരംഗം ക്രിയേറ്റ് ചെയ്ത് വിട്ടത് അങ്ങോട്ട് കണക്ട് ചെയ്യപ്പെടുകയാണ്. നമുക്കിത് സ്വീകരിക്കാൻ കഴിയുന്നു, നമുക്ക് കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള തരംഗത്തിന്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ മൊബൈൽ ഫോണിലൂടെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ശബ്ദം തരംഗമായി അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസ് ആയിട്ട്, EMP എന്ന് പറയും. ഈ സാധനം അതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഓസിലേറ്റ് ചെയ്ത് അതിനൊന്നുകൂടി ആംപ്ലിഫൈ ചെയ്ത് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് ഈ സാധനം നമ്മുടെ ഫോണിലുള്ള ആന്റിന വഴി പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മളുടെ തൊട്ടടുത്തുള്ള ടവറിലേക്കാണ്. ഈ ടവർ ഇത് സ്വീകരിച്ച് നേരെ കൊടുക്കുന്നത് സാറ്റലൈറ്റിലേക്കാണ്. സാറ്റലൈറ്റിൽ നിന്നും നമ്മൾ അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്ന ആൾ ആരാണോ അവര് നിൽക്കുന്ന സ്ഥലത്തുള്ള ടവറിലേക്ക് അത് സ്വീകരിക്കപ്പെടും. ആ ടവറിൽ നിന്നും അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് സ്വീകരിക്കപ്പെടും. സെക്കൻഡുകൾ കൊണ്ടാണ് ഈ പറയുന്ന പ്രൊസീജിയറുകൾ നടക്കുന്നത്. ഈ ഇലക്ട്രോണിക് തരംഗം കൊണ്ട് നടക്കുന്ന ഒരു കളിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ തരംഗങ്ങൾ ഉപയോഗിച്ച് മനുഷ്യന്റെ തലച്ചോറിനെ ഹാക്ക് ചെയ്യാം. ഇനി അതെങ്ങനെയാണെന്നുള്ളതാണ്, അതുകൂടി ഞാനിപ്പോൾ വിശദീകരിക്കുന്നു. അതായത് നമ്മൾ ഓരോരുത്തരുടെയും മെമ്മറിയുടെ കപ്പാസിറ്റി പറയുന്നത് 40 MHz ആണെന്നാണ് ഇതിൻ്റെ ഒരു ഔട്ടർ സൈഡ് പറയുന്നത്.
നമ്മളുടെ ചിന്ത അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിൽ നിന്നും പോകുന്ന ചിന്താ തരംഗങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസ് പോലെ തന്നെയാണ്, പക്ഷെ ഇത് യൂണിവേഴ്സിലാണെന്ന് മാത്രം. ഈ ചിന്താ തരംഗങ്ങൾ എത്രയാണെന്നുള്ളത് ഇപ്പൊ മൊബൈൽ ഫോണിനെ നമ്മൾ പറഞ്ഞല്ലോ, 900-ഉം 1800 മൊബൈൽ ഫോണിൻ്റെത്, ഏഷ്യാനെറ്റ് ചാനലിന്റെയും ഇതിന്റെയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. എന്നതുപോലെ മനുഷ്യന്റെ ചിന്താ തരങ്ങൾ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. പല IQ, ഇന്റലിജന്റ് കോഷ്യൻ എന്ന് പറയുന്ന പല IQ-ലുള്ള ആളുകൾക്കും പല രീതിയിലായിരിക്കും അവരുടെ ചിന്താ തരംഗത്തിന്റെ ഫ്രീക്വൻസി. ഒരു സാധാരണക്കാരന് വലിയ തരത്തിലുള്ള ഫ്രീക്വൻസി ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു പണ്ഡിതനോ ഒരു ജ്ഞാനിയായിട്ടുള്ള അവരുടെയൊക്കെ ഫ്രീക്വൻസി വളരെ വലുതായിരിക്കും. സാമ്പത്തിക സ്രോതസ്സുള്ള ആളുകളുടെ ഫ്രീക്വൻസി ഒക്കെ വളരെ വലുതായിരിക്കും. അപ്പോൾ ഓരോ മനുഷ്യന്റെയും ഈ ഫ്രീക്വൻസി എത്രയാണെന്ന് കണ്ടെത്താനുള്ള ഒരു ഡിവൈസ് അത് ഓൾറെഡി അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഒരാളെ ഇരുത്തിക്കൊണ്ട് അവരുടെ 2 ചെന്നിയുടെ ഭാഗത്തും ഇലക്ട്രോഡ് സെറ്റ് ചെയ്തുകൊണ്ടിട്ട് ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് ഈ സാധനത്തിന് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ ചിന്താ തരംഗത്തിന്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് കാണാൻ പറ്റും. അത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മതി. പിന്നെ ആ ഫ്രീക്വൻസിയിലേക്ക് ആവശ്യമായ ഇൻസ്ട്രക്ഷൻ അവർക്ക് കൊടുക്കാം നമുക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഫ്രീക്വൻസിയാണ് അവർ കളക്ട് ചെയ്തെടുത്തേക്കണമെങ്കിൽ ഷമീറിന്റെ ഫ്രീക്വൻസി അത് ഇത്രയാണ്. അപ്പൊ ഷമീറിന് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കാം. അവരവിടെ ഇരുന്ന് ഈ സാധനം ടൈപ്പ് ചെയ്താണ്ട് വിട്ടാൽ മതി. അവര് പറയുന്നതനുസരിച്ച് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് ചുരുക്കം. ഏതുപോലെ നമ്മുടെ വിശ്വാസങ്ങളുണ്ട്, പഴയകാല വിശ്വാസങ്ങളുണ്ട്, ഈ കൂടോത്രം പോലുള്ള വിശ്വാസങ്ങളുണ്ട്. അതിനകത്ത് ചെറിയൊരു സയൻസ് ഉണ്ട് കേട്ടോ. അത് നടക്കുമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. കൂടോത്രം ശരിയാണെന്നല്ല, അത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ തെറ്റാണ്. ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ തന്നെ ചിന്താ തരംഗങ്ങളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് നമ്മൾ എന്ത് പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ചിന്തിച്ചാലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. നമ്മൾ പ്രവർത്തിക്കുന്നതിന് തൊട്ട് മുൻപേ നമ്മളിത് ആലോചിച്ചിരിക്കണം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മളുടെ ചിന്താ തരംഗത്തെ എത്രയാണെന്നുള്ളത് അവർക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസ് വെച്ചിട്ട്, അതായത് മൈൻഡ് ഫ്രീക്വൻസി ഡിറ്റക്റ്റിംഗ് മെഷീൻ വെച്ച് അത് ഡിറ്റക്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഡിറ്റക്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ചിന്താ തരംഗത്തെ ട്യൂൺ ചെയ്യാൻ പറ്റും. ട്യൂൺ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റും. ഇത് പാശ്ചാത്യ ലോകങ്ങളിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഓരോ കമ്പനികളുടെയും തൊഴിലാളികൾക്ക് ഈ സാധനം സപ്ലൈ ചെയ്യപ്പെടും. ഒക്കെ അടിമകളാക്കി മാറും. ഏതൊരു പുരോഗമന പ്രവർത്തനത്തിനും ഏതൊരു ശാസ്ത്ര കണ്ടെത്തലുകൾക്കും അതിനൊരു വശം നന്മയുണ്ടെങ്കിൽ മറ്റൊരു വശം തിന്മയുണ്ട്. വലിയൊരു അപകടം അതിനകത്തുണ്ട്. ഈ സ്ത്രീ പറയുന്നത് നിസ്സാരപരമായിട്ട് തട്ടിക്കളയാൻ പാടില്ല. യഥാർത്ഥത്തിൽ 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ അവർക്ക് ഈ പ്രോബ്ലം ഉണ്ട്, അവർക്ക് മാനസികമായ പ്രശ്നമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ സ്ക്രിസോഫീനിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം അവർക്കുണ്ട്. അതല്ലെങ്കിൽ ഇതിനെ നിങ്ങൾ തള്ളിക്കളയല്ലേ, അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്, ഈ സ്ത്രീയുടെ അടുക്കൽ ഈയൊരു വീഡിയോ എത്തിച്ചേരാനിടയുണ്ടെങ്കിൽ അവരോട് വളരെ മാന്യമായ രീതിയിൽ പറയാനുള്ളത്, കൃത്രിമമായി നമ്മളുടെ മെമ്മറിയിൽ, നമ്മളുടെ ചിന്താ തരംഗത്തിൽ ആരെങ്കിലും ട്യൂൺ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ ചിന്താ തരംഗത്തെ ഡിറ്റക്ട് ചെയ്യുകയോ എടുക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് മറ്റൊരു മറുവശവും കൂടിയുണ്ട്. നമുക്കതിനെ ഒഴിവാക്കാം. അതിന് ഒരു മെഷീൻ്റെയും ആവശ്യം നമുക്ക് വരില്ല. ഇതും കൂടി പറയാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അതിന് വിശദീകരണം കൂടി തരുന്നത്. റീന എന്ന് പറയുന്ന ഈ സ്ത്രീയെ നിങ്ങൾ ആ രീതിയിൽ അവരെ കാണല്, അവർ പറയുന്നതിൽ എന്തൊക്കെയോ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നെനിക്ക് തോന്നിയത് കൊണ്ടിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനി യാഥാർത്ഥ്യമില്ലെങ്കിൽ ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇത് പറയുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങളോട് പറയാനുള്ള കുറേ സംഭവങ്ങൾ എനിക്കത് വെളിയിലേക്ക് ചാടുകയായിരുന്നു ആ സാധനം. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞു വെക്കുക. അപ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കാതിരിക്കുക. അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അത് സാധ്യമാണ്. ഇനിയൊരു കാലഘട്ടം വരാനിരിക്കുന്നു. മനുഷ്യർ ഇത്തരം വലിയ വലിയ വമ്പന്മാരുടെ അടിമകളായി വീണ്ടും പഴയ കാലത്തിലേക്ക് തന്നെ. പഴയ കാലം ഒരടിമ ആ ഉടമയുടെ കൂടെ നിന്നിരുന്നത് വെറുപ്പോടും വിദ്വേഷത്തോടും കൂടി ആയിരുന്നുവെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു കാലം തങ്ങളുടെ തൊഴിലാളികളെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി അടിമയാക്കി നിലനിർത്താൻ അവർക്ക് കഴിയും വിധമാണ്.
അതിന് ചെറിയൊരു എക്സാമ്പിൾ കൂടി നിങ്ങളോട് പറഞ്ഞു വെക്കാം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുണ്ട്. സ്റ്റിക്കർ ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റിക്കറാണ്, നാവിൽ വെക്കുക, നല്ല സുഖമാണ്. അതിന് പൊടി ഇറങ്ങിയിട്ടുണ്ട്, മൂക്കിൽ വലിച്ചു കയറ്റുക, ഉറങ്ങാൻ കഴിയില്ല. 48 മണിക്കൂർ ഫുൾ എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ഉറക്കൊഴിഞ്ഞിരിക്കാം. വേറെ ഒരു പ്രശ്നവും അവരിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു, കുടുംബങ്ങളിലുള്ള മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു, അകാരണമായ ദേഷ്യം അവരിലുണ്ടാകുന്നു, അവരിൽ ഉപദ്രവം അവർ വഴി ഉപദ്രവം ഉണ്ടാകുന്നു, അവരുടെ ജീവിതം തന്നെ നശിക്കാൻ കാരണമായി മാറുക. അവർക്ക് എന്തു തോന്നുമോ അത് പ്രവർത്തിക്കും. അതിനെ പലവിധ രീതിയിൽ നമ്മളുടെ ആളുകൾ അത്തരം മയക്കുമരുന്നുകളെ ഓരോ പേരിൽ വിളിക്കുന്നുണ്ട്. ആ പേരുകളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത്തരം മയക്കുമരുന്നുകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത്തരം മയക്കുമരുന്നുകൾ പാശ്ചാത്യ ലോകത്ത് അവരുപയോഗിച്ചു കൊണ്ടിരുന്ന വെച്ചാൽ അവരുടെ തൊഴിലാളികൾക്ക് 28 ദിവസം പണിയെടുക്കുന്ന കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്ന തൊഴിലാളിക്ക് ഈ ഒരു സാധനങ്ങൾ കൊടുത്താൽ 29, 30 ഈ 2 ദിവസം അവർ വേറൊരു ലോകത്തിരിക്കുകയും പിറ്റേ ദിവസം 1-ാം തീയതി മുതൽ വീണ്ടും അവർ ഫുൾ ഫ്രഷ്നെസ്സോടുകൂടി 28 ദിവസം പണിയെടുക്കാൻ പാകത്തിലാണ് അവർ പിന്നെ വന്നിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുള്ള ഇത്തരം മയക്കുമരുന്നുകൾ നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിയില്ലാത്ത, വിവേകമില്ലാത്ത ചെറുപ്പക്കാർ ആ സാധനം ഉപയോഗിച്ചിട്ട് വേറൊരു ലെവലാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. നിങ്ങൾ ആലോചിക്കണം, വലിയ അപകടകാരികളായിട്ടുള്ള ഇത്തരം മയക്കുമരുന്നുകളുടെ പിന്നിൽ ഈ പറയപ്പെടുന്ന വലിയ തോതിലുള്ള നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ആളുകൾ അതിന് പിന്നിലുണ്ട്. ഇതേതെങ്കിലും വിഭാഗത്തെ കൊണ്ട് തടയാൻ കഴിയുന്ന ഒരു സാധ്യമല്ല, തടയാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്നല്ല, പരിഹാരമുണ്ട്. പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരമുണ്ട്. ഇത് റീനയുടെ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. റീനയുടെ തലച്ചോറ് അങ്ങനെ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹാക്കിംഗ് അവിടെ ക്യാൻസൽ ചെയ്യാൻ റീനയ്ക്ക് കഴിയും. അതിനുള്ള മാർഗങ്ങളുമുണ്ട്. അത് മരുന്ന് ഉപയോഗിച്ചിട്ടല്ല, അതല്ലാതെ അതിന് മാർഗമുണ്ട്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ചിട്ട് പറയണമെന്ന് തോന്നി. അതല്ലെങ്കിൽ ആ സ്ത്രീ, ഈ സാധാരണക്കാർ ഒരു പക്ഷേ ആ സ്ത്രീയെ ഒരു മാനസിക രോഗിയായി ചിത്രീകരിക്കും. അവർ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട് എങ്കിൽ അത്തരം അവരിപ്പോൾ പറഞ്ഞതുകൊണ്ടുണ്ടായ ഒരു ഗുണം, എനിക്ക് കുറേ പറയാൻ കഴിയുന്ന, ഞാൻ കുറേ ഇങ്ങനെ മൂടി വെച്ചിരുന്ന കുറേ സാധനങ്ങൾ എനിക്ക് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലൊരു ചാരിതാർത്ഥ്യമുണ്ട്. ഈ വീഡിയോ അവർക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ മറുനാടൻ മലയാളി വഴി അവർക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നന്നാവും. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാനിനി എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് ഞാൻ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.